ബി ടി എസിന്റെ ന്യൂ റെക്കോർഡ് ന്യൂ ഹിസ്റ്ററി എന്തോ ചെയ്യൂന്ന് പറ നോക്കണേ. ഈ റെക്കോർഡ് തകർക്കുക, ചരിത്രത്തിൽ ഇടം നേടുക എന്നൊക്കെ പറഞ്ഞ ബി ടി എസിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ജൂജുബി മാറ്റേഴ്സ്. അമേരിക്കൻ ബിൽബോർഡ് ടോപ്പ് ടൂൾസ് ചാർട്ട് അനുസരിച്ച് ബി ടി എസിന്റെ ഏറ്റവും പുതിയ ആരരംഗ് വേൾഡ് ടൂറിലൂടെ ബി ടി എസ് ഇപ്പോൾ ആഗോള സംഗീത ചരിത്രത്തിലെ ഒരു പുതിയ റെക്കോർഡ് കൂടി തിരുത്തിയിരിക്കുകയാണ്. ഈ മെയ് മാസത്തിൽ മാത്രം യു എസിലും മെക്സിക്കോയിലുമായി നടത്തിയ വെറും 12 സ്റ്റേഡിയം കൺസേർട്ടുകളിൽ നിന്നും $127.8 മില്യൺ, ഏകദേശം $197.8 ബില്യൺ വോണാണ് നേടിയത്. ഇതോടെ ദ റോളിംഗ് സ്റ്റോൺസിന്റെ 2019 $95 മില്യൺ പ്രതിമാസ വരുമാന റെക്കോർഡാണ് ബി ടി എസ് തകർത്തെറിഞ്ഞത്. റോളിംഗ് സ്റ്റോണിനേക്കാൾ 35% കൂടുതൽ വരുമാനം നേടിക്കൊണ്ട് ബിൽബോർഡ് ചാർട്ടിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു മ്യൂസിക് ഗ്രൂപ്പ് നേടുന്ന ഏറ്റവും ഉയർന്ന പ്രതിമാസ വരുമാനം എന്ന ചരിത്ര നേട്ടം ഇനി ബി ടി എസിന് സ്വന്തം. ഏപ്രിൽ മാസം തുടങ്ങിയ ഈ വേൾഡ് ടൂർ ഇതുവരെ പിന്നിട്ടപ്പോൾ മാത്രം ആകെ $315.8 ബില്യൺ വോൺ, അതായത് $204 മില്യൺ വരുമാനമായി നേടിക്കഴിഞ്ഞു. കൂടാതെ ഇതിനോടകം തന്നെ 1.1 മില്യണിലധികം ടിക്കറ്റുകളാണ് വിറ്റ് തീർത്തത്. ഇതിൽ ലാസ് വെഗാസിലെ അലീജിയൻ സ്റ്റേഡിയത്തിൽ നടന്ന 4 കൺസേർട്ടുകളിൽ നിന്നും മാത്രം $49.5 മില്യൺ വരുമാനം നേടി. നിലവിൽ ഈ ടൂറിൽ ഇനിയും 50-ലധികം സ്റ്റേഡിയം ഷോകൾ ബാക്കി നിൽക്കെ ബി ടി എസിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ടൂറായ ലവ് യുവർ സെൽഫ് ടൂറിന്റെ റെക്കോർഡും ഈ ആരരംഗ് വേൾഡ് ടൂറിൽ മറികടക്കും എന്നാണ് ബിൽബോർഡിലെ നിലവിലെ അവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ റോക്ക് സംഗീതത്തിലെ രാജകന്മാരായ റോളിംഗ് സ്റ്റോൺസിന്റെ റെക്കോർഡാണ് നമ്മുടെ ബോയ്സ് വെറും 12 ഷോകൾ കൊണ്ട് തകർത്തെറിഞ്ഞത്. ഇതൊരു സാധാരണ റെക്കോർഡായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി ആരാണ് ഈ റോളിംഗ് സ്റ്റോൺസ് എന്നറിയോ? കഴിഞ്ഞ 60 വർഷത്തിലേറെയായി ഗ്ലോബൽ മ്യൂസിക് വേൾഡ് ഭരിക്കുന്ന ഒരു ഇംഗ്ലീഷ് റോക്ക് ബാൻഡാണ് ദ റോളിംഗ് സ്റ്റോൺസ്. ലോകമെമ്പാടും കോടിക്കണക്കിന് ആരാധകരുള്ളതും കൺസേർട്ടുകളിലൂടെ ഏറ്റവും കൂടുതൽ വരുമാനം വാരിക്കൂട്ടിയ പാരമ്പര്യമുള്ളതുമായ ഈ ലെജൻസിന്റെ റെക്കോർഡാണ് ബി ടി എസ് നിഷ്പ്രയാസം തകർത്തു കളഞ്ഞത്. 2019 ബിൽബോർഡ് ഈ ചാർട്ട് ട്രാക്കിംഗ് തുടങ്ങിയതു മുതൽ കഴിഞ്ഞ 7 വർഷമായി ഗ്രൂപ്പുകളുടെ വിഭാഗത്തിലെ ഈ റെക്കോർഡ് റോളിംഗ് സ്റ്റോൺസിന്റെ പേരിലായിരുന്നു. ഇപ്പോൾ ദേ ഈ റെക്കോർഡ് ഇരിക്കുന്നത് കൊറിയയിലെ വെറും സാധാരണക്കാരായ 7 പയ്യൻസിന്റെ കയ്യിലും. കഴിഞ്ഞ 2 വർഷവും സൈലന്റ് ആയിരുന്നത് സുനാമി പോലെ തിരിച്ചു വന്ന് എല്ലാ റെക്കോർഡുകളും വാരിപ്പെറുക്കിയെടുക്കാനായിരുന്നോ എന്റെ ബി ടി എസ്? അതുമാത്രല്ല, യൂട്യൂബിൽ ഇപ്പോൾ ഡൈനമൈറ്റ് MV 2.1 ബില്യൺ, അതായത് 210 കോടി വ്യൂസുമായി ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. റിലീസ് ചെയ്ത് ഇത്രയും നാളായിട്ടും ഡൈനമൈറ്റിന്റെ ആ ട്രെൻഡ് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പിന്നെ നമ്മുടെ ഗോൾഡൻ മാഗ്നെ 2023 റിലീസ് ചെയ്ത 7 ഇപ്പോൾ സ്പോട്ടിഫൈയിൽ 3 ബില്യൺ, അതായത് 300 കോടി സ്ട്രീംസ് റെക്കോർഡ് നേടിയിരിക്കുകയാണ്. സ്പോട്ടിഫൈയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ 1 ബില്യൺ 2 ബില്യൺ എന്നീ സ്ട്രീംസ് അടിച്ച 7 ദേ ഇപ്പോൾ 3 ബില്യണും കടന്ന് കുതിച്ചു മുന്നേറാണ്. ഞാൻ ഇന്നലെയും കൂടെ കേട്ടുള്ളൂ സ്പോട്ടിഫൈയിൽ 7. അതെൻ്റെയും കൂടെ ആയിരുന്നോ? ഒരു കൊറിയൻ സോളോ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഇതൊക്കെ ചിന്തിക്കാൻ പോലും ആവാത്ത വലിയ നേട്ടങ്ങളാണ്. ഗ്രൂപ്പായി വന്നാലും സോളോ ആയി വന്നാലും ബി ടി എസിന്റെ തട്ട് താണ് തന്നെ ഇരിക്കുന്ന ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. പക്ഷേ ഈ വലിയ സന്തോഷങ്ങൾക്കിടയിലും ഒരു യഥാർത്ഥ ആർമിയെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. വിവേഴ്സിൽ വന്ന് ആർമീസിന്റെ അടുത്ത് വളരെ വിഷമത്തോടെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇപ്പൊ നടക്കുന്ന ഈ വേൾഡ് ടൂറിന്റെ ഭാഗമായി അവര് ഓരോ രാജ്യങ്ങളിലും പോകുമ്പോഴും അവര് താമസിക്കുന്ന ഹോട്ടലുകൾ തേടി പിടിച്ച് കുറെ പേര് അവിടെ വന്ന് തടിച്ചു കൂടുന്നുണ്ട്. ഇതിപ്പോ ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഹോട്ടലിന് മുന്നിൽ ഇങ്ങനെ വന്ന് ബഹളം വെക്കുന്നതൊക്കെ കാരണം അവരുടെ ഉറക്കം, സമാധാനം ഒക്കെ ഇല്ലാതാവുകയാണ്. വെറും 2 മണിക്കൂറും 27 മിനിറ്റും മാത്രമാണ് തനിക്ക് ഉറങ്ങാൻ പറ്റിയതെന്ന് പറഞ്ഞ് പുള്ളിയുടെ സ്ലീപ്പിംഗ് ട്രാക്കറിന്റെ സ്ക്രീൻഷോട്ട് അടക്കം പോസ്റ്റിലിട്ടിരുന്നു. സംഭവം വലിയ സ്റ്റാറൊക്കെ ആണെങ്കിലും അവരും നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യർ തന്നെയല്ലേ. മണിക്കൂറുകളോളം സ്റ്റേജിൽ പെർഫോം ചെയ്ത് വന്ന് ഒന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പോലും സമ്മതിക്കില്ല എന്ന് വെച്ചാ കഷ്ടല്ലേ. ഒരു നല്ല റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കാനും ടൂറിന്റെ ഇന്റർവെൽ സമയങ്ങളിൽ അവിടേക്കൊന്ന് ചുറ്റി നടക്കാനും അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? ഇത്തരം സമയങ്ങള് തനിക്ക് വളരെ വിലപ്പെട്ടതാണെന്നും വി ആളുടെ പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു. ഈ പോസ്റ്റിന്റെ കൂടുതൽ വിവരങ്ങൾ നോക്കുമ്പോൾ വി എത്രത്തോളം സഹികെട്ടിട്ടായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കാന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. ആ സ്ലീപ്പ് ട്രാക്കറിന്റെ സ്ക്രീൻഷോട്ട് നോക്കിയാൽ മനസ്സിലാകും
വെറും 2 മണിക്കൂറും 27 മിനിറ്റും മാത്രമാണ് വിക്ക് ഉറങ്ങാൻ കഴിഞ്ഞത് എന്ന്. ഇത്രയും കുറഞ്ഞ ഉറക്കം തന്റെ ആരോഗ്യത്തെയും പെർഫോമൻസിനെയും ബാധിക്കുന്നുണ്ട് എന്നാണ് വി പറയുന്നത്. കൊറിയൻ ലാംഗ്വേജിൽ എഴുതിയ ഈ പോസ്റ്റ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഹോട്ടലിലേക്ക് വരരുത് എന്ന് നേരിട്ട് പറയുന്നതായി തോന്നും. എന്നാൽ നമുക്കറിയാലോ നമ്മുടെ ഐഡൽസ് എത്ര കൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളത്. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ചെറിയൊരു മിസ്റ്റേക്കാണിത്. അതായത്, നിങ്ങൾ വരാതിരിക്കാൻ ശ്രമിച്ചാൽ ഞാൻ അത്രയും സന്തോഷമുള്ളവനായിരിക്കും എന്ന ഒരു രീതിയിൽ. അത്രയും തനിക്ക് ശല്യമായ, അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടിലും ആർമീസിന്റെ അടുത്ത് വളരെ വിനയത്തോടെയാണ് വി സംസാരിച്ചത്. എന്നാൽ നമ്മളെ ഏറ്റവും വേദനിപ്പിച്ചത് ഈ പോസ്റ്റിന്റെ താഴെ വന്ന ചില ഫാൻസിന്റെ കമന്റ്സ് ആണ്. ഞങ്ങള് സ്നേഹം കൊണ്ടല്ലേ വന്നത്, അതിന് നീ എന്തിനാ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ തുടങ്ങി ചിലര് വിയെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത് വായിച്ചിട്ട് നിന്റെ സ്നേഹം ഫേക്ക് ആണെന്ന് തോന്നുന്നു. എനിക്ക് കരച്ചിൽ വരുന്നു. സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് ഒരാളുടെ ഉറക്കവും സമാധാനവും കളയുന്നത് എന്ത് തരം സ്നേഹമാണ്, എന്ത് തരം ആരാധനയാണ്. നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രൈവസിയെയും ബഹുമാനിക്കണം. കാരണം നമ്മുടെ ബോയ്സിന്റെ സമാധാനവും ആരോഗ്യവുമാണ് നമുക്ക് ഏറ്റവും വലുത്. ഈ ഒരു ഉറക്കമില്ലായ്മയുടെയും ബുദ്ധിമുട്ടിന്റെയും പ്രശ്നം വിക്ക് മാത്രമല്ല ഉള്ളത്. ഈ ഒരു ടൂറിന്റെ ഭാഗമായി തുടർച്ചയായി യാത്ര ചെയ്യുമ്പോൾ കടുത്ത ജെറ്റ് ലാഗ് കാരണം നമ്മുടെ ബോയ്സ് എല്ലാവരും നല്ല രീതിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ജിൻ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. ഭയങ്കര ടയേർഡായി വന്നിട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന്. പിന്നെ ടെമ്പയിൽ വെച്ച് നടന്ന കൺസേർട്ടിനിടയിലും ഹോട്ടലിന് പുറത്തുണ്ടായ ബഹളം കാരണം അവർക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല എന്ന് മറ്റു 4 പേരും വിവേഴ്സ് ലൈവിൽ വന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം എന്നോണം ആർമി കമ്മ്യൂണിറ്റിയിലെ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടക്കുന്നുണ്ട്. നിലവിൽ വിവേഴ്സ് പ്ലാറ്റ്ഫോമിൽ ആർക്ക് എന്ത് വേണമെങ്കിലും വന്ന് പോസ്റ്റും കമന്റും ഇടാം എന്നൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം മോശം കമന്റ്സ് ഒക്കെ വരുന്നതും. ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാനെന്നോണം ഇനി മുതൽ വ്യൂവേഴ്സിലെ പോസ്റ്റുകൾക്ക് താഴെ കമന്റ് ചെയ്യാനുള്ള അനുവാദം ഒഫീഷ്യൽ പെയ്ഡ് ആർമി മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തണം എന്ന് വലിയൊരു വിഭാഗം ഫാൻസും ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. ഒരു പെയ്ഡ് മെമ്പർഷിപ്പ് കൊണ്ടുവരുന്നതിലൂടെ നെഗറ്റിവിറ്റിയും ഇത്തരം ടോക്സിക് കമന്റ്സും ഒരു പരിധിവരെ ഫിൽട്ടർ ചെയ്ത് കളയാൻ സാധിക്കും എന്നാണ് ആർമി വിശ്വസിക്കുന്നത്. എനിക്കെന്തോ അത് നല്ലൊരു ഐഡിയ ആയി തോന്നുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്.